തികച്ചും 10 മാർക്ക് പോലും ഇല്ലാത്ത പെണ്ണ് പിടിച്ചും കഞ്ചാവ് വലിച്ചും നടന്ന ഈ ഊക്കൻ കോഴിക്ക് എഴുതാമെങ്കിൽ എനിക്ക് എഴുതാമോ? നീ കോപ്പ എഴുതും. എടാ, അറ്റൻഡൻസ് ഇല്ലായും ഇന്റേൺ ഇല്ലായും തേരാപ്പായ നടന്ന നിന്നെ പോലെ പായകാളിയെ ഒരു കാലത്ത് ഞാൻ എഴുതിക്കില്ല. ഞാൻ ഈ വെള്ളം കൊട്ടിട്ട് നടക്കുന്നത് ക്ഷണിക്കാനില്ല. നിന്റെയൊക്കെ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും സ്പോർട്ടിങ്ങിന്റെ മാർക്കും പിന്നെ ഇങ്ങനെയുള്ള സെമിനാറിന്റെ മാർക്കും എല്ലാം കൂട്ടി നോക്കിയിട്ടാണ് നിന്നെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ലേപ്പാ, വാട്ട് ഈസ് ദ കോഴ്സ് ഓഫ് മീഡിയേറ്റർ, റേഡിയേറ്റർ, വാട്ട് ഈസ് ടെസ്റ്റിക്കുലർ സെൻസേഷൻ? അതുപോലെ അറിയാണോ നിങ്ങൾക്ക്? നേരാ സാറേ, ഊക്കൻ ഡിസക്ഷൻ കളി കയറിയിട്ടില്ല. കൈത്തൊടിവുണ്ടായപ്പോ ഈ നിൽക്കുന്ന സാറുമാരുടെ ഒരൊറ്റ ലെക്ചർ ഹാളിൽ പോലും കയറില്ല എന്ന് വിചാരിച്ചതാ. അവസാനം ഫസ്റ്റ് ആവറേജ് വന്നപ്പോ എക്സാമിന് പോയപ്പോ എന്തായെന്നറിയോ? എന്തു പറയാൻ, ഈ അപ്പർ ലിമ്പിലെ മസിൽസ് പോലും അറിയാതെ എന്നിട്ട് ഊക്കൻ പരീക്ഷ എഴുതി. കർത്താവിനെയും മാതാവിനെയും മനസ്സിൽ വിചാരിച്ച് അറിയാവുന്ന ഗ്യാസും അറിയാവുന്ന ഡയഗ്രാം വരച്ച് ഊക്കൻ പരീക്ഷ എഴുതി. അവസാനം പരീക്ഷയ്ക്ക് കിട്ടിയത് വെറും 1 മാർക്കാ. ആ മാർക്ക് കൊണ്ട് ഈ സാറിനെ കാണാൻ വേണ്ടി ഡിസക്ഷൻ ഹാളിന്റെ മുമ്പിൽ കാത്തു നിന്നപ്പോ ഈ സാറ് വന്ന് എന്നോട് പറയാ, ഇറങ്ങി പോടാ കോപ്പയെന്ന്. എന്നിട്ട് ആ മാർച്ചിക്ക് സെക്കൻഡ് ആവറേജിന് പഠിച്ച് ഞാൻ മാക്സിലറി നെർവിന്റെയും ഫേഷ്യൽ നെർവിന്റെയും കോഴ്സ് മൊത്തം കാണാതെ പഠിച്ചു, വരച്ചു പഠിച്ചു. അവസാനം പരീക്ഷയ്ക്ക് വന്നപ്പോ എന്താ എസ് ചോദിച്ചെന്നറിയോ? ഏതാടാ നെർവ്? ഏതാ? അങ്ങനെ ആ എക്സാം മൂഞ്ചി. പിന്നെ സെമിനാറിന്റെ കാര്യം, ഒരു പടം പോലും വരയ്ക്കാൻ അറിയാൻ വയ്യാത്ത ഞാൻ അന്നമ്മയുടെ കയ്യിൽ നിന്ന് കളർ പെൻസിൽ വാങ്ങിച്ച് രാത്രി മൊത്തം കുത്തിയിരുന്ന കള്ളിന്റെ പടവും വരച്ച് അടുത്ത ദിവസവും സെമിനാർ പ്രസന്റ് ചെയ്യാൻ ചെന്നു. അപ്പോ സാറിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, വാട്ട് ആർ ദ സ്ട്രക്ചേഴ്സ് പാസിംഗ് ത്രൂ ഫൊറാമൻ മാഗ്നം? അപ്പൊ ഞാൻ പറഞ്ഞു, ഈസോഫാഗസ്. അപ്പൊ സാർ ഒരു ഉളുപ്പമില്ലാതെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വെരി ഗുഡ് വെരി ഗുഡ്. അവസാനം മാർക്ക് വന്നപ്പോ ഊക്കന് വെറും 0 ആയിരുന്നു. അറിയോ? പിന്നെ ഹിസ്റ്റോളജി റെക്കോർഡിന്റെ കാര്യം, ഞാൻ എപ്പോഴൊക്കെ വരച്ചുകൊണ്ട് ചെല്ലുമ്പോ ഇങ്ങനെ പറയും റീഡ്രോ ചെയ്യാൻ. അങ്ങനെ റീഡ്രോ ചെയ്ത് ഞാൻ വീണ്ടും കൊണ്ട് കാണിക്കുമ്പോ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയും, ന്യൂക്ലിയസിന് നീളം പോരാ, വണ്ണം പോരാ, കനം പോരാ. ഇയാളാ സാറേ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവിടെ പല തെണ്ടികളുണ്ട് LHC കൊണ്ടുപോയി പെൺപിള്ളേരുടെ കയ്യിൽ നിന്ന് റെക്കോർഡും വരച്ച് സൈഡ് വാങ്ങിപ്പിച്ച അവന്മാര്. നിന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഒപ്പിട്ട് തന്നത്. ഇനി ഒരു കാര്യം, നീ ഹിസ്റ്റോളജി റെക്കോർഡ് വരച്ചോ? നാളെ നീ ഉണ്ടാകും സാറേ. ഇതിന്റെ പേരും പറഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ എക്സാം എഴുതാൻ എനിക്കൊരു മടിയുമില്ല. അതിന്റെ പേരും പറഞ്ഞ് എന്നെ അഡീഷണൽ എന്ന് വിളിച്ചാല് അത് കേൾക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം എന്റെ പേര് ഊക്കൻ എന്നാണ്. ഊക്കൻ ടിൻഡു.